2026 ജൂലൈ 22 സിറാജ് എഡിറ്റോറിയൽ. സമരങ്ങളെ നേരിടേണ്ടത് പോലീസ് രാജിലൂടെയല്ല. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ ക്രോക്കോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ സമരം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. ചർച്ചയിലൂടെ പരിഹാരം കാണുന്നതിനു പകരം സമരത്തെ അടിച്ചമർത്താനുള്ള ഭരണകൂട നീക്കം രാജ്യത്തിന്റെ രാഷ്ട്രീയാന്തരീക്ഷത്തെ കൂടുതൽ സംഘർഷഭരിതമാക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ വസതിക്കു മുമ്പിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധ ഫാഷിസ മനോഭാവം തുറന്നു കാണിക്കുന്നു. കയ്യിൽ ദേശീയ പതാകകളും പ്ലക്കാർഡുകളുമായി സമാധാനപരമായി പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്ത വിദ്യാർത്ഥികൾക്കു നേരെയും കടുത്ത ക്രൂരതയാണ് പോലീസ് കാണിച്ചത്. ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ രംഗത്തിറങ്ങിയവരെ കായിക ബലം കൊണ്ട് നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതല്ല ഒരു ജനാധിപത്യ ഭരണകൂടം സമരങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം. CJP ഉന്നയിച്ച ആവശ്യങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം, എന്നാൽ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം നിഷേധിക്കാനോ സമരക്കാരെ തല്ലിച്ചതച്ചു പിന്തിരിപ്പിക്കാനോ അവകാശമില്ല. അത് ഭരണകൂട ഭീകരതയും ഫാഷിസവുമാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് ജനാധിപത്യത്തിനും ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾക്കും ഘടകവിരുദ്ധവുമാണ്. പൗരാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നിരവധി പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് തലസ്ഥാന നഗരി. പ്രതിഷേധങ്ങളുടെ ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുടനീളം കാണാവുന്നത്. സത്യാഗ്രഹങ്ങളും ധർണകളും പ്രതിഷേധ യോഗങ്ങളും രാജ്യത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതിഷേധ സമരങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയുമാണ് വളർന്നു വന്നത്. അധികാരത്തിലെത്തിയപ്പോൾ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ സംശയത്തോടെ നോക്കിക്കാണുന്നതും അടിച്ചമർത്തുന്നതും വിരോധാഭാസവും രാഷ്ട്രീയ പാപ്പരത്വവുമാണ്. നിയമവും ക്രമസമാധാനവും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ പലപ്പോഴും പോലീസിന്റെ നരനായാട്ടിനെ ന്യായീകരിക്കാറുള്ളത്. CJPയുടെ പാർലമെന്റ് മാർച്ചിലെ പോലീസ് നടപടിയിലും ഇതേ ഭാഷയാണ് ഉത്തരവാദപ്പെട്ടവർ പ്രയോഗിക്കുന്നത്. പൊതുസുരക്ഷയും ക്രമസമാധാനവും ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്നതിൽ സംശയമില്ല. എന്നാൽ സമാധാനപരമായ പ്രതിഷേധവും അക്രമാസക്ത സമരവും തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്തവും സർക്കാരിനുണ്ട്. പ്രതിഷേധ സമരങ്ങൾക്കെതിരെ അനിവാര്യ ഘട്ടത്തിൽ മാത്രം കുറഞ്ഞ ബലപ്രയോഗം നടത്തുകയെന്നതാണ് ജനാധിപത്യ മര്യാദ. അകാരണമായി തുടക്കത്തിൽ തന്നെ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്താനൊരുമ്പെടുന്നത് ഭരണകൂട ഭീകരതയാണ്. ദേശവിരുദ്ധർ, വിദേശ ശക്തികളിൽ നിന്ന് ഫണ്ടിങ് തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തി CJPയെ ജനമധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമവുമുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധം ശക്തമായപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് കേന്ദ്രവും സംഘ് പരിവാറും ഈ പതിവ് ശൈലി പ്രയോഗിക്കുന്നത്. ഭരണകൂട വിമർശകരെയും ന്യായമായ ആവശ്യങ്ങൾക്കായി സമരരംഗത്തിറങ്ങുന്നവരെയും ദേശവിരുദ്ധരും രാജ്യത്തിൻ്റെ ശത്രുക്കളുമായി ചിത്രീകരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം അപകടകരമാണ്. ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നവർ ജനാധിപത്യത്തിൻ്റെ ശത്രുക്കളല്ല, മറിച്ച് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന അനിവാര്യ ഘടകമാണ്. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിലൂടെ ആശയങ്ങളെ ഇല്ലാതാക്കാനാകില്ല. അവയ്ക്ക് കൂടുതൽ ശ്രദ്ധയും സഹാനുഭൂതിയും നേടിക്കൊടുക്കുകയേ ഉള്ളൂ. CJPയുടെ കാര്യത്തിൽ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അടിച്ചമർത്തുന്തോറും ശക്തി പ്രാപിച്ചതാണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ചരിത്രം. ഓൺലൈൻ മൂവ്മെന്റ് പ്രസ്ഥാനമായി തുടങ്ങിയ CJPയെ നിസ്സാരവൽക്കരിക്കുകയും അവഗണിക്കുകയുമായിരുന്നു തുടക്കത്തിൽ സർക്കാർ. എന്നാൽ നീറ്റ് പരീക്ഷാ ചോർച്ച, വിദ്യാഭ്യാസത്തിലെ ക്രമക്കേടുകൾ തുടങ്ങി വിദ്യാർത്ഥി യുവജനങ്ങളെ സ്പർശിക്കുന്ന വിഷയങ്ങളുമായി സംഘടന രംഗത്തു വന്നപ്പോൾ യുവതയ്ക്കിടയിൽ സ്വാധീനം വർദ്ധിച്ചു. ഇത് ഭരണകേന്ദ്രങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഡൽഹി മാർച്ചിലെ വൻ ജനപങ്കാളിത്തത്തിലും രാഷ്ട്രീയ വളർച്ചയിലും വിറളി പൂണ്ടാണ് ഭരണകൂടം സമരത്തെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഭാവി നിർണയം വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ കരങ്ങളിലാണ്. അവരുടെ കണ്ണീരും ചോരയും വീഴ്ത്തി അവകാശ സമരങ്ങളെ ക്രമസമാധാന പ്രശ്നമാക്കി ചിത്രീകരിച്ച് മുന്നോട്ടു പോകാനാണ് ഭരണകൂടത്തിൻ്റെ ശ്രമമെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും.
ആഴ്ചകൾക്കു മുമ്പ് വരെ ദേശീയ രാഷ്ട്രീയത്തിലെ പരിമിതമായ സാന്നിധ്യമായിരുന്ന CJP പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ശക്തികളുടെ പിന്തുണ ആർജിച്ച് കേന്ദ്ര ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുന്ന ശക്തിയായി മാറിയിരിക്കുന്നുവെന്നതാണ് രാജ്യ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത്തരം ജനകീയ സമരങ്ങളെ ബലപ്രയോഗത്തിലൂടെ നേരിടുന്നതിനു പകരം അവയുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ സന്ദേശം ചെവിക്കൊള്ളുകയും സമരക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത്. നീറ്റ് പരീക്ഷയെക്കുറിച്ച് രാജ്യവ്യാപകമായി ആശങ്കകളും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ നിർണായക തീരുമാനങ്ങളാണ് ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നത്.